എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ തായ്ലൻഡിലെ പട്ടായയിലാണ്. പട്ടായയിലെ കോറൽ ഐലൻഡിലാണ്. ഇത് വിട്ടുപിടിക്കാറായില്ലെന്ന് ആരും പറയണ്ട, പുതുമകളാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. നമ്മുടെ മലയാളത്തിൽ ഒരു പക്ഷെ ആദ്യമായിട്ട് ശംഖ് പെപ്പർ ഫ്രൈ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ജീവനുള്ള ശംഖ് എടുത്തിട്ട് നമ്മൾ അതിനെ പുഴുങ്ങി നമ്മൾ നുറുക്കി റെഡിയാക്കി സ്പെഷ്യലായിട്ട് തായ് സ്റ്റൈലിലുള്ള ശംഖ് പെപ്പർ ഫ്രൈ. ഇതിന്റെ കൂടെ ഉള്ളത് ഫേമസ് ഷെഫ് ബി ടാൻ എന്ന് പറഞ്ഞ ആളാണ്. നമ്മൾ ഇതിനു മുമ്പ് പല ചാനൽ പ്രോഗ്രാമുകളിലൊക്കെ ഇദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഭക്ഷണ പരിപാടികൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇംഗ്ലീഷ് ചാനലിൽ നമ്മുടെ മലയാളത്തിലെ ടേസ്റ്റി ട്രാവൽസ് എന്നുള്ള പ്രോഗ്രാമിലൊക്കെ ഇദ്ദേഹം വന്നിട്ടുള്ളതാണ്. അവിടെ നിന്നിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സംതിങ് അബൌട്ട് അവർ. Hi, my name is Vitan. This is from Thailand. I need everyone to come here for the take the food, nice food, and have in the island have good water and have many people come. Now India people very much good people, and then have China and some Scandinavia, and now some good season, not so cold. In Thai, very nice. You're welcome. അപ്പൊ എല്ലാവരും വരിക, തായ്ലൻഡിലേക്ക് വരിക, തായ്ലൻഡിൽ വന്ന് പട്ടായ വരിക, പട്ടായയിൽ നിന്ന് കോറൽ ഐലൻഡിലേക്ക് വരിക. അപ്പൊ നമുക്കിത് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരുപാട് ശംഖുകളുണ്ട്. അതിൽ നിന്ന് ഒരു ഇടത്തരം ശംഖിനെ എടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ FB പേജ്, എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും സപ്പോർട്ട് തരണം. നിങ്ങൾ സപ്പോർട്ട് തരുകയാണെങ്കിൽ നല്ല അടിപൊളി ഫുഡ് റെഡിയാക്കി കാണിച്ചു തരാം. പല പല വീഡിയോസ് പല രാജ്യങ്ങളിൽ നിന്ന് വരും. അപ്പൊ നമുക്ക് ശംഖ് പെപ്പർ ഫ്രൈയിലേക്ക് പോകാം. ഓക്കെ. കോറൽ ഐലൻഡ് വരുമ്പോൾ ഒരുപാട് കോറൽ ഐലൻഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കോറൽസും ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കടൽ വിഭവങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമാണത്. അപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് വലിയ ശംഖ്. നമ്മുടെ നാട്ടിലൊക്കെ കണ്ട ഷോക്കേസിലൊക്കെ വെച്ചേക്കണതൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടിരിക്കുന്നത്. ഇത് ജീവനുള്ള ഫുള്ളായിട്ട് മാംസത്തോടു കൂടിയുള്ള ശംഖ്. ഇത് അതുപോലെ തന്നെ കടലിൽ വരുന്നത് പവിഴപ്പുറ്റ് പോലെ വളർന്ന സംഭവമാണിത്. ഇതിനൊക്കെ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിലയാണ്. ഇതിന്റെ വലിപ്പങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ കടയിലൊക്കെ കാണുന്ന ഒരു ആസ് പെർ സൈസ്. നമ്മുടെ നാട്ടിൽ മീനൊക്കെ മേടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ ഹോട്ടലിൽ. അപ്പൊ അതുപോലെ അപ്പൊ ഞാനിത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു ശംഖ് മേടിക്കുകയാണത് പ്രേക്ഷകർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിന് മുമ്പ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് ശംഖ് പുഴുങ്ങിയത് കഴിച്ചിട്ടുണ്ട്. ഇവിടെ ഞാനത് ഫ്രൈ ചെയ്ത് തരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഒരു ശംഖ് നമ്മൾ മേടിച്ച് കൊടുക്കുന്നുണ്ട്. 600 ബാത്താണ് ശംഖിന്റെ. ഇതിന്റെ അല്ല കേട്ടാ, ഇതിന് ചെറുതിന്റെ. ഓക്കെ. അപ്പൊ നമ്മളത് സാധനം കൊടുക്കുകയായി. നമ്മൾ ഇവിടുത്തെ കുക്കിങ്ങിന്റെ കാഴ്ചകൾ കാണാം. കോറൽ ഐലൻഡിന്റെ ഇത്തരം ഇതിന്റെ കാഴ്ചകൾ. അതിനോടൊപ്പം തന്നെ ഇതാ നിങ്ങൾക്ക് ഒരുപാട് ഇത് ജീവനുള്ളതിന് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാം ജീവനുള്ള ശംഖുകളൊക്കെ ചെറുതും വലുതൊക്കെ ഇങ്ങനെ നടക്കുന്ന കാഴ്ചകൾ. ഭയങ്കര ഗ്രിപ്പാണ് കേട്ടോ. കണ്ട ജീവനുള്ളതാണ്. അതുപോലെ തന്നെ ഞണ്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ധാരാളം ഞണ്ടുകളുണ്ട്. ഞണ്ടിന് എടുക്കാനുള്ള എനിക്ക് കൈമേനെ കടിക്കേണ്ടെന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള സംഭവങ്ങൾ. അതുപോലെ റോക്ക് ലോബ്സ്റ്റർ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പൊ അതുപോലെ ഒരുപാട് വിഭവങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ കുക്കിംഗ് അതിനാണ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മളത് ശംഖ് പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് 15-20 മിനിറ്റോളം പുഴുങ്ങണം എന്നാണ് അറിഞ്ഞത്. അപ്പൊ അത് വേവും തോറും അതിന്റെ തോടിന്റെ കളറൊക്കെ കൂടി കൂടുതൽ ഭംഗിയുള്ളതായിട്ട് മാറുകയാണ്. നമ്മൾ സാധാരണ ജീവനുള്ളതിനെ നമ്മൾ നോർമൽ കാണുന്നതിലും അതിനേക്കാളും ഭംഗിയാണ് അതിനെ വേവിക്കുമ്പോൾ, ചൂടടിക്കുമ്പോൾ. നമുക്കത് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ക്രാബൊക്കെ മേടിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. ക്രാബൊക്കെ നമ്മൾ മേടിക്കുന്നതിനേക്കാളും കൂടുതൽ കളർ ഉണ്ടാവും ആ സാധനം ചൂടായി വരുമ്പോൾ. ഈ ഷോപ്പിനെ കുറിച്ച് പറയുമ്പോഴേ ഇവിടുത്തെ വേറെ രസം എന്ന് വെച്ചാൽ ഇവിടുത്തെ തൂണുകളൊക്കെ ശംഖുമയമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ സാധാരണ തൂക്കി വെക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളൊക്കെയാണ് കണ്ടേക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വലിയ വലിയ ശംഖുകളെ കൊണ്ടാണ് ഈ ഷോപ്പ് മൊത്തത്തിൽ അലങ്കരിച്ചിരിക്കുന്നത്. ഈ ഷോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മുമ്പ് നമ്മുടെ ഫ്ലേവേഴ്സ് TVയിൽ ഒരു ടേസ്റ്റി ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് ഷെഫ് അനിൽകുമാർ സാറിനോടൊപ്പം ഉള്ളൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. അന്ന് ഇവിടെ വെച്ചിട്ടൊരു എപ്പിസോഡ് ഷൂട്ട് ചെയ്തിരുന്നു. അന്ന് തുടങ്ങിയുള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ ഷോപ്പിൽ നിന്ന് നമ്മുടെ ചാനലിലേക്ക് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ അത് സാധ്യമാവുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് ഷെയർ ചെയ്യണം. നിങ്ങൾ തരുന്ന സപ്പോർട്ട് അനുസരിച്ചിട്ട് കൂടുതൽ വെറൈറ്റി വീഡിയോസ് വരുന്നതായിരിക്കും.
ഒരുപാട് വെറൈറ്റി ഫുഡുകളാണ് കുക്ക് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ സ്മെല്ല് തന്നെ നല്ലൊരു ഫീൽ വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഭക്ഷണ പ്രിയർക്ക്. കാരണം ഒരു സൈഡില് മുട്ട കൊണ്ടുള്ള ഐറ്റംസ്, ഒരു സൈഡിൽ ബീഫ് കുക്ക് ചെയ്യുന്നു, ഒരു സൈഡിൽ എന്താ പറയുക സ്കിഡ് കുക്ക് ചെയ്യുന്നു, ഒരു സൈഡിൽ നമ്മുടെ ചങ്ക് കുക്ക് ചെയ്യുന്നു. അങ്ങനെ നിരയായിട്ട് സംഭവങ്ങൾ ഇങ്ങനെ അടുപ്പിലുണ്ടാവുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന സ്മെല്ലുണ്ടല്ലോ, എല്ലാം വെറൈറ്റി ഒന്നിനൊന്ന് സാധനങ്ങൾ. ഒന്നും പറയാനില്ല, കിടക്കാച്ചി സ്മെല്ല്. ഇനി നമ്മുടെ സംഭവം റെഡി ആയി കഴിയുമ്പോഴാണ് എന്താവും അറിയണത്. എന്തായാലും ഞാൻ ഈ സ്മെല്ല് ആസ്വദിച്ച് നിൽക്കുകയാണ്. ഈ സ്മെല്ല് ആസ്വദിക്കാന്ന് പറഞ്ഞാല് ഇതിന്റെ പിന്നിൽ വേറൊരു കഥയുണ്ട്. അപ്പൊ നിങ്ങൾ കുറെ കഥകൾ പെൻഡിങ് ഉണ്ട്. നമ്മളൊരു KFC കഥ പറയാൻ ബാക്കിയുണ്ടല്ലോ, അതുപോലെ KFC കഥയുടെ തന്നെ ബാക്കി പത്രമായിട്ടാണ് നമ്മുടെ ഇതിന്റെ കഥ ബാക്കിയുള്ളത്, ഈ സ്മെല്ലിന്റെ കഥ. അത് വരും. അപ്പൊ എന്താ വെക്കും KFC കഥ നീണ്ടു പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കല്ലോ. ആദ്യം നമ്മളിത് പറഞ്ഞു തുടങ്ങിയ സമയത്ത് നമ്മൾ മാൽഡീവ്സിന്റെ ആയിരുന്നു, അതിനുശേഷം പിന്നെ നമ്മുടെ വിയറ്റ്നാം വീഡിയോസ് വന്നുകൊണ്ടിരിക്കണം. അപ്പൊ അതിന്റെ ഭാഗം നീണ്ടുപോയത് അധികം വൈകാണ്ട് തന്നെ വരുന്ന ഏതാനും എപ്പിസോഡുകൾക്കുള്ളിൽ തന്നെ വരുന്ന 3-4 എപ്പിസോഡുകൾക്കുള്ളിൽ നമ്മുടെ KFC കഥ വരുന്നതായിരിക്കും. KFC കഥ 2 പ്രാവശ്യം ഷൂട്ട് ചെയ്യാൻ ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്. ഇത് ചെയ്തു വന്നപ്പോൾ ഒരു ചെറിയ വിഷമം, അത് കാരണം കൊണ്ട് ഇങ്ങനെ പെൻഡിങ് വെച്ചതാണ്. അപ്പൊ നമുക്ക് തുടർന്ന് കാണുക. നമ്മുടെ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവർ കഴിക്കുന്ന റൈസിന്റെ ക്വാണ്ടിറ്റി. ഇവിടെ ഇവരെ കണ്ടിരുന്നു, നമ്മൾക്കൊക്കെ കൊടവയറും കാര്യങ്ങളൊക്കെ ഉള്ളത്, പകരം വണ്ണൊക്കെ. ഇവിടുത്തെ നല്ല ബോഡിയാണ്. കാരണം ഒരു കപ്പ് റൈസാണ് ഇവരാകെ കഴിക്കുള്ളൂ. അതായത് ഇതാ കണ്ടില്ലേ, ഇവരൊക്കെ ഭക്ഷണം ചെയ്ത് കഴിഞ്ഞാൽ ഒരേ ഒരു കപ്പ് റൈസ്, ഒരല്പം ബീഫോ ചിക്കനോ, ലിമിറ്റഡ് ആണ്. രണ്ടാമതും മൂന്നാമതും വിട്ടിട്ടുള്ള കഴിക്കുന്ന പരിപാടിയൊന്നുമില്ല. അതാണ് ഇപ്പൊ തായ്ലൻഡ് ആയാലും മലേഷ്യ ആയിരുന്നാലും സിംഗപ്പൂരും വിയറ്റ്നാമിലും ഒക്കെ ഭക്ഷണ രീതി ആ രീതിയിലാണത്. അപ്പൊ നമുക്കിത് മാതൃകയാക്കാൻ ഞാൻ പറയണില്ല, അത് ഓരോരുത്തരുടെ രീതിയാണത്. പക്ഷെ അവരത് ലിമിറ്റ് ചെയ്ത് കഴിക്കുള്ളൂ. പക്ഷെ നമ്മൾ 3 നേരം കഴിക്കുന്നിടത്ത്, 3 നേരം വയറ് നിറച്ച് കഴിക്കുന്നിടത്ത് ഇവര് 5 നേരമൊക്കെ കഴിക്കും എന്നൊക്കെ ഉള്ളതാണ് വേറെ രസം. ഒപ്പം അതിന്റെ കൂടെ ധാരാളം വെജിറ്റബിൾസും കഴിക്കും. പിന്നെ നമുക്ക് നമ്മളുടെ കുക്കിങ്ങിലേക്ക് വരാം. പറഞ്ഞുകൊണ്ടിരുന്നത് തീരുമില്ല, നമ്മുടെ കുക്കിങ് നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ ശങ്കര നമ്മൾ എടുത്ത് 20 മിനിറ്റോളം നമ്മൾ ബോയിൽ ചെയ്തത്. അതിനുശേഷം You have Facebook? You have Facebook? Yes, Facebook and YouTube. Text me. I text you, and when you post in Facebook, you text my name, you put too. Okay. ഫേസ്ബുക്കിൽ അവനുണ്ട്, അവനെ കൂടി ചെയ്യാനാണ്. അപ്പൊ ഇവന്റെ ഇതുകള് ഫേസ്ബുക്ക് പേജിന്റെ ഇതും കൂടി നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. നോക്കിയാൽ മതി, അത് ഇടുന്നുണ്ട്. അപ്പൊ ഇതാ കണ്ടപ്പോ ഭയങ്കര വലുതായിരുന്നിട്ടാ, തൊടാൻ പറ്റില്ല, നല്ല ചൂടാണത്. ഇതിന്റെ അകത്തുനിന്ന് വലിച്ചെടുക്കും, അതിനുശേഷം നുറുക്കി അവർ മസാല ഒക്കെ സെറ്റ് ചെയ്യണം. നമുക്ക് കാണാം. ഒരു കടൽ തീരത്ത് ഒരു ഷെഫൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ അതൊരു ഭാഗ്യമാണെന്ന് തോന്നുന്നല്ലേ. ഇങ്ങനെ നമുക്ക് തോന്നും ഇത്തരം ഭക്ഷണത്തിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ. കാരണം തൊട്ടപ്പുറത്ത് നല്ല മനോഹരമായിട്ടുള്ള ബീച്ച്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇതാ കുക്കിംഗ് രീതിയാണ്. ആ തിളച്ച സാധനം നേരെ തണുത്ത വെള്ളത്തിലേക്ക് ഇടുന്നത്. എനിക്ക് തോന്നുന്നു വേഗം അത് ചൂടാറാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട്. ഐസ് വെള്ളത്തിലാണ് അത് ഇട്ടത്. അപ്പൊ അതിനുശേഷം അതിന്റെ മീറ്റ് വലിച്ചെടുക്കുന്ന കാഴ്ചയാണത്. ഇതാണ് ഒരു ശങ്കിന്റെ അകത്തുള്ള അതിന്റെ മാംസം. നമ്മൾ ചെറിയ ഞവണിക്കൊക്കെ എടുത്ത് തിന്നൂല, അതൊക്കെ തന്നെ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. അതിന്റെ അകത്തുനിന്ന് അതിന്റെ വേസ്റ്റ് അവര് നീക്കം ചെയ്യുന്നുണ്ട്. അത് ശരിക്കും മാംസം വെന്ത് സെറ്റായി അതിന്റെ അഴുക്കുകൾ അവര് മാറ്റുന്നുണ്ട്. അതിനുശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറുക്കുന്ന കാഴ്ച കാണാം. ശങ്കിന്റെ മീറ്റ് കാണാത്തവർ കണ്ടോളൂ. നമ്മൾ സാധാരണ ഷോക്കേസിലൊക്കെ വെച്ച ശംഖൊക്കെയാണ് കണ്ടിരിക്കുന്നത്. നമ്മുടെ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോൾ ശംഖ് നമുക്ക് പുഴുങ്ങിയിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് തരാറുണ്ട്. ഇത് ഭയങ്കര ഹാർഡാണ് കേട്ടോ, റബ്ബർ പോലെ ഇരിക്കുന്നത്. മസാലകൾ തയ്യാറാക്കിയാണ്. മസാല തയ്യാറാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്സിക്കം 2 കളറിലുള്ള യെല്ലോ റെഡ് ക്യാപ്സിക്കം കട്ട് ചെയ്ത്, അതിനോടൊപ്പം തന്നെ ഗ്രീൻ ക്യാപ്സിക്കം കട്ട് ചെയ്ത് ഭയങ്കര സ്റ്റൈലിഷൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഓണിയൻ കട്ട് ചെയ്ത്, ബീച്ച് അതിന്റെ പേരിലും നല്ല തിരക്കുള്ള കടേന്റെ പേരിലും നല്ല ശബ്ദം ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ട്. നല്ല കാന്താരിമുളക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. വയറൊക്കെ എരിവെന്ന് കണ്ടറിയണം. മുളക് നല്ല കട്ടിക്ക് ചേർത്തിട്ടുണ്ട്. തായ്ക്കാരും നല്ല രീതിയിൽ തന്നെ സ്പൈസി ഫുഡുകൾ കഴിക്കുന്നവരാണ്. അത്
ഈ അറബ്സൊക്കെ സ്പൈസി കുറവാണെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് സ്പൈസി കഴിക്കും. നമുക്ക് പേടിയാവും ഇവർ കഴിക്കുന്ന സ്പൈസി ഇത് കണ്ടു കഴിഞ്ഞാൽ. നമുക്ക് പറ്റൂല, നമ്മളങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ ഇരുന്ന് പാട്ട് പാടേണ്ടി വരും. അതുപോലത്തെ പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ ഇനി നമുക്ക് കുക്കിംഗ് ആയിട്ട് നോക്കാം. നമ്മുടെ കുക്കിംഗ് തുടങ്ങിയായി. അതിനോടൊപ്പം തന്നെ അവർ വെളുത്തുള്ളിയും കൂടി നുറുക്കിയിട്ടുണ്ട്. വെളുത്തുള്ളി ക്യാമറയിൽ എടുത്തില്ല. വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പാൻ വെച്ചതിന് ശേഷം അതിനകത്ത് എണ്ണ ഒഴിച്ച്, അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ശംഖ് കിട്ടാൻ സാധ്യത കുറവാണ്. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ രീതിയിൽ കുക്ക് ചെയ്യാം. അതിന് ശംഖിന് പകരം വേറെ ഇതിൽ സീ ഫുഡൊക്കെ അതേ രീതിയിൽ തന്നെ കുക്ക് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ എണ്ണയിലേക്ക് കട്ട് ചെയ്ത വെളുത്തുള്ളി അത് തന്നെ ഇട്ട്, എണ്ണ ചൂടാക്കിയിട്ട് അതിൽ തന്നെ വെളുത്തുള്ളിയും കുരുമുളകും കൂടി ഇട്ടിട്ട് അതങ്ങോട്ട് ചെറുതായിട്ട് വഴറ്റിയിട്ട് അതിൽ നേരെ സവാള കട്ട് ചെയ്ത്, വെള്ള ഒണിയൻ, വൈറ്റ് ഒണിയനാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് വഴറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റേ ക്യാപ്സിക്കം, പല കളറിലുള്ള ക്യാപ്സിക്കം, അതുപോലെ തന്നെ പച്ചമുളക് എല്ലാം കൂടി ഇടുന്ന കാഴ്ചയാണിത്. അതിലേക്ക് സോസ് ഒഴിക്കുന്ന കാഴ്ചയാണിത്. സോയാ സോസ് ഒഴിച്ചത്. അതിനുശേഷം വെള്ളം ഒഴിച്ച് പിന്നെ അതിനകത്തേക്ക് ഉപ്പ്, അജിനമോട്ടോ, അതുപോലെ അതിനകത്തേക്ക് ഉപ്പ്, അജിനമോട്ടോ ഒക്കെ ചേർത്തിട്ടുണ്ട്. അജിനമോട്ടോ കേസായിട്ട് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ അജിനമോട്ടോന് ഭയങ്കര നമ്മൾ വിരോധം പറയുമ്പോൾ ഇവിടങ്ങളിലൊക്കെ അജിനമോട്ടോ ഉപ്പ് പോലെ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന ഒന്നാണത്. അതുപോലെ തന്നെ മിന്റ് ലീഫ് ചേർത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അതിനകത്തേക്ക് നമ്മുടെ ശംഖ് നുറുക്കിയതിട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും ശംഖിന്റെ കുക്കിംഗ് വീഡിയോ വരുന്നത്. ഇതിന് മുമ്പാലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ശംഖ് കുക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ അടുത്ത വീഡിയോയിൽ. ഇങ്ങനെയിടയ്ക്ക് ഒരു സാമ്പിൾ തന്നിട്ടുണ്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാനായിട്ട്. ഇത് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഉപ്പോ നല്ല എരിവുണ്ട്. അപ്പം എരിവ് കൂടുതലായി. നല്ല രുചിയുണ്ട്. നല്ല വെറൈറ്റി ഫുഡ്. മീറ്റ് തന്നെ ശരിക്കും റബ്ബർ പോലെ തന്നെ വരുന്നുണ്ട്. റബ്ബറല്ല, കടിക്കുന്നത് തന്നെ ശരിക്കും നുറുങ്ങി പോകുന്നുണ്ട്. ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മുടെ ടാൻ ചേട്ടനോടൊപ്പം ഉള്ള കുക്കിംഗ് പരിപാടികൾ കഴിഞ്ഞു. ഇത് നമുക്ക് കഴിക്കാം. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ശരിക്കും ആസ്വദിക്കും. ഒരു പീസ് ടേസ്റ്റ് നോക്കിയിട്ടുള്ളൂ. ശരിക്കും ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അതിന് ആസ്വദിച്ച് കഴിച്ചിട്ട് ഇതിന്റെ രുചി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മളുടെ രുചികരമായിട്ടുള്ള ശംഖ് കറി റെഡിയാക്കി. ശംഖ് കറി എന്നല്ല, ശംഖ് റോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമ്മളെന്താ ബീഫ് പെപ്പർ ഫ്രൈ എന്നൊക്കെ പറയുന്ന പോലെ, മട്ടൺ പെപ്പർ ഫ്രൈ എന്നൊക്കെ പറയുന്ന പോലെ ശംഖ് പെപ്പർ ഫ്രൈ ആണിത്. അപ്പോൾ പട്ടായയിലെ കോറൽ ഐലൻഡിൽ നിന്നിട്ടുള്ള സ്പെഷ്യൽ ഫുഡാണിത്. മലയാളത്തിൽ ആദ്യമായിട്ട്, അതായത് ശംഖ് കറി, ശംഖ് പെപ്പർ ഫ്രൈ. ഇദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷെഫാണത്. അപ്പോൾ ഇദ്ദേഹത്തിനും ഒരു ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ട്. ബീറ്റാൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇതിക്ക് മുമ്പ് നമ്മളിവിടെ നിന്ന് പല ഷൂട്ടുകൾ നടത്തിയിട്ടുണ്ട്. പല ഐറ്റങ്ങളുണ്ട്, കക്കൗണ്ടുകളൊക്കെ. അപ്പോൾ നിങ്ങൾ ചാനലിൽ കയറി കാണുക. അപ്പോൾ നല്ല അടിപൊളി ഐറ്റമാണിത്. അപ്പോൾ നിങ്ങളിത് കാണുക.
അപ്പൊ ഇനി നമുക്ക് ശംഖ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അവനൊരു പീസ് തന്നപ്പോ തുടങ്ങിയിട്ട് കൊതി അടിച്ചിട്ട് വയ്യ. പക്ഷെ അതിന്റെ കൂടെ നല്ല മുളകിന്റെ പീസ് കൂടിയും ആ സ്പൂണിൽ ഒരു കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു പീസ് കഴിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ലോകമെമ്പാടുമുള്ള എൻ്റെ എല്ലാ മലയാളി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, മലയാളികൾ മാത്രമല്ല കാണുന്ന എൻ്റെ എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പട്ടായ കോറൽ ഐലൻഡിൽ ഇരുന്നുകൊണ്ട് പെപ്പർ ഫ്രൈ, ശംഖ് പെപ്പർ ഫ്രൈ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പൊ ആദ്യത്തെ ബൈറ്റ് വിത്ത് നിങ്ങളെല്ലാം പെർമിഷനോട് കൂടിയിട്ട്. സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ല മസാല, നിങ്ങൾ കണ്ടതിന് എന്തൊക്കെ ചേർന്ന് തുടങ്ങും, നല്ല സ്മെല്ലുണ്ട്. പെപ്പറിന്റെ സ്മെല്ലും കൂടി വരുമ്പോൾ വായിലെ കപ്പൽ ഓടിക്കാന്ന് പറഞ്ഞ പോലെ. ആരും കണ്ടിടില്ല കേട്ടോ. അപ്പൊ കഴിക്കട്ടെ. അടിപൊളിയാണ്. കുറച്ചധികം ചവയ്ക്കണം, അത് വേവാണ്ടല്ല. നമ്മളെന്താ പറയൂ, ചുയിങ്കൊക്കെ കറി വെച്ച് കഴിച്ച ചുയിങ്ക കുറച്ച് ഹാർഡാക്കിയിട്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഇറൈസർ ഇല്ല, റബ്ബർ മാക്കുന്നത്, അത് കറി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത് ചവച്ച് എങ്ങനെ ഉണ്ടായിരിക്കും. അതുപോലെയാണ് ഇതിന്റെ മീറ്റിന്റെ ഇത്. നമ്മൾ ബീഫോ ചിക്കനോ കഴിക്കുന്ന പോലെയല്ല, നുറുങ്ങി പോകുന്നതാണിത്. മീറ്റിന്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. ഇതാ കണ്ടില്ല, ഹാർഡായിട്ടുള്ള സ്ട്രക്ചറാണത്. അത് നമ്മളിങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ നോക്കാം. ഇങ്ങനെ റബ്ബർ ഒടിഞ്ഞൊടിഞ്ഞു പോണ മാതിരി ഇരിക്കും. സീ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് 100% ഇഷ്ടപ്പെടും. ചില ഭാഗങ്ങൾക്ക് മാത്രമുണ്ട് ഹാർഡായിട്ടുള്ളത്. ചില ഭാഗങ്ങൾ ഹാർഡാണെങ്കിൽ ചില ഭാഗങ്ങൾ സോഫ്റ്റ് ആണ്. ഞണ്ടിന്റെ കാലൊക്കെ പോലെ തന്നെ ഇതിന്റെ കാലൊക്കെ ഉണ്ട്. ഇതുകൂടി കഴിച്ചിട്ട് നിങ്ങൾ ഒരുപാട് കൊതിപ്പിക്കണില്ല. നിങ്ങളുടെ യാത്രയിൽ ഏതിനൊക്കെ ബീച്ച് ഡെസ്റ്റിനേഷനൊക്കെ പോകണമെങ്കിൽ വെറൈറ്റി സാധനങ്ങൾ കഴിക്കാം. നമ്മുടെ നാട്ടിൽ ഇതൊന്നും സുലഭമല്ലാതെ മാത്രം ലഭ്യമെന്ന് തന്നെ അല്ല. കാരണം നല്ലൊരു ഞണ്ട് പോലും ഇല്ല. നല്ലൊരു ഞണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്ത് പോകും. നല്ലൊരു ചെമ്മീൻ, വലിയൊരു കൊഞ്ച് എല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല. എല്ലാം പുറത്തേക്കാണ് എക്സ്പോർട്ട് ചെയ്ത് പോകുന്നത്. ഇന്ത്യയിൽ തന്നെ ഭയങ്കര വിലയാണ്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഇത്ര നാളത്തെ യാത്രകളിലും എനിക്ക് സീ ഫുഡ് ഇത്രയും ചീപ്പായിട്ട് കിട്ടിയിരിക്കുന്നത് തായ്ലൻഡിൽ നിന്ന് തന്നെയാണത്. ഒരുപാട് വെറൈറ്റി, നമുക്ക് കാണാൻ പോലും പറ്റാത്ത സംഭവങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത്. കടലിൻ്റെ അടിത്തട്ടിലുള്ള പവിഴപ്പുറ്റ് പോലുള്ള സംഭവങ്ങളൊക്കെയാണ് പറക്കുന്നത്, കുക്ക് ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ ഇതും കൂടി കഴിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. അധികം ചാവിക്കണമെന്ന് മാത്രം. ജീവിതത്തിലെ മറ്റൊരു രുചി എൻജോയ് ചെയ്യാൻ പറ്റി. പട്ടായ ഫ്ലോട്ടി മാർക്കറ്റിൽ ഇത് പുഴുങ്ങിയിട്ട് നുറുക്കി ഒരു കപ്പിൽ ക്യാബേജും കൂടി ഇട്ടിട്ട് മുളക് സോസ് ഒഴിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം. ഇതിന് 600 തായ് ബാത്താണ് കൊടുത്തത്. 600 തായ് ബാത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു 1400-1500 രൂപയാണ് വരുന്നത്. കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യണം. അതായത് സുഹൃത്തുക്കളും ഓയിസ്റ്ററിൻ്റെ പറഞ്ഞിട്ടുണ്ട്. ഓയിസ്റ്ററിൻ്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യണം, പേജ് ലൈക്ക് ചെയ്യണം, വീഡിയോസ് പരമാവധി ഷെയർ ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ഫോട്ടോസും മറ്റൊക്കെ ഉണ്ട്. എല്ലാ പ്ലാറ്റ്ഫോമിലും വന്ന് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും പട്ടായ കോറൽ ഐലൻഡിൽ നിന്ന് ബൈ.